ഇതൊരു ആന വാർത്തയൊന്നുമല്ല. എങ്കിലും കേരളം പിളരുമോ എന്ന് ഭയപ്പെടുന്ന ഇക്കാലത്ത് കാണുന്ന ഓരോ മിന്നാമിനുങ്ങ് വെട്ടവും നമുക്ക് ആശ തരുന്നവയാണ്. അതുകൊണ്ടാണ് ഈ വാർത്ത ഞങ്ങൾ പുറത്തുവിടുന്നത്. നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കണമെങ്കിൽ ചില വ്യവസ്ഥകളുണ്ട്. പാർട്ടി ഭരണഘടനയിൽ മതേതരത്വവും ജനാധിപത്യവും ഉൾപ്പെടണമെന്നുള്ളതാണ് ഇതിൽ പ്രധാനം. ഇന്ത്യയിലെ എല്ലാ മതവാദി പാർട്ടികളിലെയും ഭരണഘടനയിലും ഇതുണ്ട്. പ്രവർത്തനമാണ് വേറിട്ട് നിൽക്കുന്നത്. എന്നാൽ ഇതിനതീതമാണ് മുസ്ലിം ലീഗ്. അതാണ് സെൻട്രൽ ഡെസ്കിൽ നിന്നും പവിത്രന് പറയാനുള്ളത്. എന്താണ് പവി മുസ്ലിം ലീഗിനെ പറ്റിയുള്ള പുതിയ വാർത്തകൾ? ഗോപികല, തട്ടത്തിൻ മറയത്തെന്ന സിനിമയിൽ വിനീത് ശ്രീനിവാസൻ എഴുതിയതുപോലെ വടക്കുനിന്ന് വീശുന്ന മൊഞ്ചുള്ളൊരു കാറ്റാണ് മുസ്ലിം ലീഗിൽ നിന്ന് ഇപ്പോൾ വീശുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭരണഘടനയിലും മതേതരത്വമുണ്ട്. അത് നിയമമാണ്. എന്നാൽ ഇതിനെ വെറും കടലാസ് പുലിയാക്കാതെ പ്രവർത്തനങ്ങളിൽ എന്നും കുറച്ചൊക്കെ മതേതരത്വം പിന്തുടരാൻ മുസ്ലിം ലീഗ് എന്ന് ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് ചരിത്രമാണ്. പരേതരായ വി.ആർ. കൃഷ്ണയ്യരെയും എം.വി. രാഘവനെയും ജീവിച്ചിരിക്കുന്ന എ.കെ. ആൻ്റണിയെയുമൊക്കെ സ്വന്തം കോട്ടകളിൽ വിജയിപ്പിച്ചെടുത്ത പാരമ്പര്യം മുസ്ലിം ലീഗിനുണ്ട്. പരിമിതമായ സീറ്റുകൾ മാത്രം സ്വന്തമായുള്ള നിയമസഭ, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിൽ മറ്റു മതസ്ഥർക്ക് അവരങ്ങനെ സീറ്റുകൾ നൽകാറില്ലെങ്കിലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവർ അന്യമതസ്ഥർക്കും സീറ്റുകൾ നൽകാറുണ്ട്, വിജയിപ്പിച്ചെടുക്കാറുമുണ്ട്. നിയമസഭാ സീറ്റുകൾ നൽകാറില്ലെന്ന് അടച്ചു പറഞ്ഞുകൂടാ കേട്ടോ. UC രാമൻ, KP രാമൻ എന്നിവരൊക്കെ MLA-മാരായത് മുസ്ലിം ലീഗിൻ്റെ ഏണി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചാണ്. മുസ്ലിം ലീഗ് മന്ത്രിമാരായിരുന്നവരുടെ പേഴ്സണൽ സ്റ്റാഫുകളിൽ എന്നും അന്യമതസ്ഥരുണ്ടായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യങ്ങളായിരുന്നു. ദീർഘകാലം കുഞ്ഞാലിക്കുട്ടിയുടെ ഡ്രൈവറായിരുന്ന അരവിന്ദാക്ഷനൊക്കെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന ഉദാഹരണമാണ്. ഇക്കുറിയും മുസ്ലിം ലീഗ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിരവധി അന്യമതസ്ഥരെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചിട്ടുണ്ട്. പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് ലഭിച്ച വൈസ് പ്രസിഡന്റ് സ്ഥാനം മറ്റു പലരുമുണ്ടായിട്ടും ലീഗ് നൽകിയിരിക്കുന്നത് ഏണി ചിഹ്നത്തിൽ ജയിച്ച ഒരു ദളിത് വനിതയ്ക്കാണ്. ഇതൊരു സംവരണ സീറ്റ് ആയിരുന്നില്ലെന്നുള്ളതും പ്രത്യേകം സൂചിപ്പിക്കേണ്ട കാര്യമാണ്. സംസ്ഥാനം ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു തീക്കുണ്ടത്തിന് മുകളിലാണെന്നറിയാമല്ലോ. ഗോപികല, തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ഏതറ്റം വരെയും പോകുന്ന രാഷ്ട്രീയ പാർട്ടികൾ വഴിയോരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ വർഗീയ നിലപാടുകളും എടുത്ത് പോക്കറ്റിലിടുന്നത് നാം അനുദിനം കാണുന്നുണ്ട്. ചില സമുദായ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും വർഗീയ കാളകൂടം ഛർദ്ദിക്കുകയും മൂത്രിക്കുകയും തൂറ്റുകയും ചെയ്ത് സമൂഹത്തിലാകെ ദുർഗന്ധം നമ്മെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ ഇതിനെതിരെ തെളിയുന്ന ഓരോ നുറുങ്ങുവെട്ടവും നമുക്ക് ആശ പകരുന്നവയാണ്. അതാണ് മുസ്ലിം ലീഗിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. മുസ്ലിം ലീഗിൽ വർഗീയമായി ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഏറെ പേരുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. KM ഷാജിയെ പോലുള്ള നേതാക്കന്മാർ അതാണ് നമ്മെ തോന്നിപ്പിക്കുന്നത്. എന്നാൽ ഇത് പാർട്ടിയുടെ പൊതു നിലപാടല്ലെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തും വിധമുള്ള നടപടികളാണ് ആ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. മുൻകാലങ്ങളിൽ രാമന്മാർ MLA-മാരായത് സംവരണ സീറ്റുകളിൽ നിന്നായിരുന്നു. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായി ഇക്കുറി ചില ജനറൽ സീറ്റുകളിൽ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥികളാക്കാനാണ് നേതൃത്വം രഹസ്യ തീരുമാനമെടുത്തിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ഒന്നാകെ തൂത്തുവാരിയ ഈ സന്ദർഭമാണ് അതിന് ഏറ്റവും പറ്റിയതെന്നാണ് നേതൃത്വത്തിൻ്റെ കണ്ടെത്തൽ. വിജയത്തെപ്പറ്റി യാതൊരു ആശങ്കയുമില്ലാത്ത സീറ്റുകളിൽ ഇവരെ സ്ഥാനാർത്ഥിയാക്കാനും ജയിപ്പിച്ചെടുക്കാനുമാണ് പാർട്ടി തീരുമാനം. അതിനായി അവർ ചില സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അറിവ്. സ്ഥാനാർത്ഥികളെ പറ്റിയുള്ള വിവരങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. എങ്കിലും പൊന്നാനി സീറ്റിലേക്ക് ശകുന്തള രാജൻ എന്നൊരു വനിതാ സ്ഥാനാർത്ഥിയാണ് കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് രഹസ്യ വിവരം. ലീഗിൻ്റെ ഈ തീരുമാനങ്ങൾ നടപ്പായാൽ മതേതര മനസ്സുകൾക്ക് അത് വലിയൊരു ആശ്വാസവും വർഗീയവാദികൾക്ക് ഒരു തിരിച്ചറിവുമായിരിക്കും പകരുന്നതെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.